നമ്മുടെ ഏറ്റവും വലിയ മഹത്വം ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, മറിച്ച് വീഴുമ്പോഴെല്ലാം എഴുന്നേൽക്കുന്നതിലാണ്. പരാജയപ്പെടുക എന്നതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ കൂടി മനുഷ്യർക്ക് ഭയമാണ്. എല്ലാവരും വിജയം ആഗ്രഹിക്കുന്നവരാണ്. അത് കളികളിലായാലും വിദ്യാഭ്യാസത്തിലായാലും ജീവിതത്തിലായാലും ആർക്കും തോൽക്കുവാൻ ഇഷ്ടമല്ല. എന്നാൽ തോൽപ്പിക്കാനായി കൂടെ നിൽക്കുന്നവരായിരിക്കും ആദ്യം തന്നെ ഇറങ്ങിത്തിരിക്കുന്നതെന്ന് പലരും അവരുടെ അനുഭവങ്ങൾ വെച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ ശത്രു മനുഷ്യൻ തന്നെയാണ് എന്നല്ലേ അതിനർത്ഥം. ചതിക്കുഴികൾ ഒരുക്കി ഒരു മനുഷ്യനെ കെണിയിൽ വീഴ്ത്തുന്ന ചതിയന്മാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയ ബിസിനസ് തന്ത്രങ്ങളുടെ വലിയ ബിസിനസ് തന്ത്രശാലികളെ വരെ, അവരുടെ തലതൊട്ടപ്പന്മാരെ വരെ നിലംപരിശാക്കാൻ വാരിക്കുഴികൾ ഒരുക്കിയ ചതിയുടെ പിന്നാമ്പർ കഥകൾ. രാഷ്ട്രീയത്തിൻ്റെ അധികാരത്തിൻ്റെ ഒത്തുംഗ ശൃംഗത്തിൽ വിരാജിച്ചവരെ നിലംപരിശാക്കിയ ചതിയുടെ വാരിക്കുഴികൾ ഒരുക്കിയ കഥകൾ. രാഷ്ട്രീയത്തിലും ഭരണത്തിലും അധികാരത്തിലുമൊക്കെ ഇത് പയറ്റി വിജയിക്കുന്നുമുണ്ട്. ഒരാൾ അയാളുടെ ജീവിതത്തിൽ നിലതെറ്റി വീഴാതിരിക്കാൻ ആവുന്നത്ര ശ്രമിച്ചാലും ചിലപ്പോൾ നിർഭാഗ്യവശാൽ വീണുപോകും. വീഴാതിരിക്കാൻ ആവുന്നത്ര ശ്രമിച്ചാലും ചിലപ്പോൾ സകലതിനെയും തകിടം മറിച്ച് കളയാൻ ആരെങ്കിലും ഒരാളുണ്ടാവും. ജീവിതത്തിൽ തകർച്ച ഉണ്ടാകാതിരിക്കുന്നില്ല, മറിച്ച് തകർന്നു വീഴുമ്പോൾ, തളർന്നു വീഴുമ്പോൾ ആ വീഴ്ചയിൽ നിന്നും പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുന്നതിലാണ് നമ്മുടെ കഴിവ് തെളിയിക്കേണ്ടത്. ശുഭദിനം.